7 വയസ്സുകാരന്റെ തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കൂട്ട നടപടി ഉണ്ടാകും. ആശുപത്രിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ആലപ്പുഴ DMO ജമുന വർഗീസ് റിപ്പോർട്ട് നൽകി. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർ ഒഴികെ മുഴുവൻ ജീവനക്കാരും നടപടി നേരിടേണ്ടി വരും. വീഴ്ച വരുത്തിയ മുഴുവൻ ജീവനക്കാരെയും സ്ഥലം മാറ്റാൻ ആണ് DMO ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. കുട്ടിയുടെ തുടയിൽ സൂചി തുളച്ചു കയറിയ വാർത്ത ന്യൂസ് 18 ആണ് പുറത്തു കൊണ്ടുവന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ആണ് ചേരുന്നത്. ശരണ്യ, നിരുത്തരവാദിത്തപരമായ ഇടപെടൽ തന്നെയായിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ ഭാവി ഇപ്പോഴും എന്ത് എന്നറിയാൻ നമുക്ക് പൂർണ്ണമായും സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ഭാഗ്യം കൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്കും ആശിക്കാം. പക്ഷേ അത്രമേൽ അനാസ്ഥയാണ് ആ അധികൃതരുടെ ഭാഗത്ത് നിന്ന്, ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിന് തക്കതായ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ന്യൂസ് 18 ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിച്ചത്. കാരണം 7 വയസ്സുള്ള ഒരു കുഞ്ഞിനെയുമായി പനി ബാധിച്ച് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടിയ ഒരു കുടുംബത്തിനാണ് ഇത്തരം ഒരു അനാസ്ഥയുടെ, ജീവനക്കാരുടെ അനാസ്ഥയുടെ ഭാഗമായി ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ഒരു കുടുംബത്തെ തള്ളിവിട്ടത്. ആ കുട്ടിയൊക്കെ 14 വർഷം HIV TB ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശമാണ് ഈ കാഷ്വാലിറ്റിയിൽ നിന്നും ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി ജീവനക്കാർ വലിച്ചെറിഞ്ഞ സൂചി തുളച്ചു കയറിയതിനെ തുടർന്ന് ആ കുട്ടിക്ക് അരക്ഷിതാവസ്ഥയുടെ സാഹചര്യം അതായിരുന്നു. ഇത് ന്യൂസ് 18 വാർത്തയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുക്കുകയും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ഇത് സംബന്ധിച്ച് ആലപ്പുഴ DMOയുടെ റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. എന്തായാലും ആരോഗ്യവകുപ്പ് കർശന നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത. അതായത് ആരോഗ്യവകുപ്പ് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ജൂലൈ 19 ഈ സംഭവം നടക്കുമ്പോൾ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന, അതായത് ആ ദിവസത്തെ ഷിഫ്റ്റിൽ കയറിയ മുഴുവൻ ജീവനക്കാരെയും സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് ആലപ്പുഴ DMO കൈമാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല 2 നഴ്സിംഗ് ഹെഡ് നഴ്സുമാർ, അതായത് ഇൻഫെക്ഷൻ കൺട്രോളിന്റെയും ഒപ്പം തന്നെ കാഷ്വാലിറ്റിയുടെയും ചുമതലയുള്ള 2 ഹെഡ് നഴ്സുമാർ, ഇവർക്കെതിരെയും ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DHSന്, അവർ DHSന്റെ അണ്ടറിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ DHSനും DMO റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയും ദിവസം ഈ ഒരു സംഭവത്തിനകത്ത് ആരോഗ്യവകുപ്പ് തുടർന്നിരുന്ന, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ ജൂലൈ 19 ചികിത്സ തേടിയ മുഴുവൻ ആളുകളുടെയും രോഗവിവരങ്ങളും ഒപ്പം തന്നെ എത്തിയ ആളുകൾ എന്ത് ചികിത്സയാണ് സ്വീകരിച്ചതടക്കമുള്ള വിവരങ്ങളും ഒക്കെ ചേർന്ന വിശദമായ റിപ്പോർട്ട് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ തയ്യാറാക്കിയിരുന്നു. മാത്രമല്ല 12ഓളം ജീവനക്കാർക്ക് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഡോക്ടർമാരൊഴികെ കാഷ്വാലിറ്റിയിൽ അന്നുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാർക്കുമാണ് ഇപ്പോൾ നടപടിക്ക് വിധേയരാകേണ്ടി വരുന്നത്. മാത്രമല്ല സംഭവത്തിൽ ഉണ്ടായത്, ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ് എന്നുള്ള കണ്ടെത്തലാണ് DMOയുടെ റിപ്പോർട്ടിലുള്ളത്. ആലപ്പുഴ DMO ജമുന വർഗീസ് ആണ് ഇത്തരത്തിൽ കർശന നടപടി എടുത്തുകൊണ്ട് റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. DHSനും ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനും DMO റിപ്പോർട്ട് കൈമാറുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും ഈ സംഭവം പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് 18 ആണ്. അതിനുശേഷം പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം കേസെടുക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ആശ്വാസകരമായ കാര്യം, ഡോക്ടർമാരുടെ ഒരു എക്സ്പെർട്ട് ടീം ഈ വിഷയങ്ങളെ സംബന്ധിച്ച്, അതായത് കുഞ്ഞിനെ ഈ 14 വർഷത്തേക്ക് ഈ ടെസ്റ്റുകളിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ള വിശദീകരണവും ആ സൂചി പരിശോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഈ സൂചിക്ക് തുളച്ചു കയറിയതുമായി ബന്ധപ്പെട്ട്, അതായത് ആ സൂചിയിൽ നിന്ന് കണ്ടെത്തിയ ബ്ലഡ് സ്റ്റെയിൻസ് അത് ഉണങ്ങിയതായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് DMO വിശദീകരിച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വേറെ പ്രശ്നം, അതായത് 3 മാസം ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ കുഞ്ഞ് നെഗറ്റീവാണ് എങ്കിൽ പോലും പിന്നീട് രോഗസാധ്യതയ്ക്കുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു 1% ഉണ്ടെങ്കിൽ പോലും അഭിലാഷ്, അതൊരു രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ മാനസികാവസ്ഥയാണ്. അത്തരത്തിലൊരു റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെയാണ് തുടർ ടെസ്റ്റുകളിലേക്ക് പോകാൻ പറഞ്ഞത്. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഒരു എക്സ്പെർട്ട് ടീം ആലോചിച്ച ശേഷം അവർ അറിയിച്ചിരിക്കുന്നത് 6 മാസം കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്താൽ മതി, 14 വർഷത്തേക്ക് ടെസ്റ്റുകളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ കുട്ടി നെഗറ്റീവാണ് എങ്കിൽ പോലും 2 ടെസ്റ്റുകൾ കൂടി, അതായത് അടുത്ത 3ാമത്തെ മാസം വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം 6ാമത്തെ മാസത്തിലേക്ക് വരുമ്പോൾ ഒരു ടെസ്റ്റ് കൂടി, ഈ 2 ടെസ്റ്റുകൾ കൂടി നെഗറ്റീവ് ആവുകയാണെങ്കിൽ ആ കുഞ്ഞ് സുരക്ഷിതനാകുമെന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്ത കൂടി DMO നമ്മളോട് എന്തായാലും പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും 14 വർഷത്തേക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് ആ രക്ഷകർത്താക്കളോട് പറഞ്ഞ ആ ഒരു സംഭവത്തിന് ശേഷം അവർ അനുഭവിച്ച മാനസിക വ്യഥ ചെറുതല്ല, വലിയ
വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആ കുടുംബം കടന്നുപോയത്. മാത്രമല്ല പനിക്ക് ചികിത്സ തേടിയ ഒരു കുഞ്ഞിനെയും കൊണ്ട് അവസാനം പുലർച്ചെ തന്നെ, അതായത് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് 19-ന് അന്ന് രാത്രി, പിന്നീട് 20-ന് പുലർച്ചെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച കുട്ടിയുമായി ടെസ്റ്റിനായി സ്വകാര്യ ലാബുകളിലേക്ക് അടക്കം പോകേണ്ട ഗതികേടിലൂടെയായിരുന്നു ആ കുടുംബം കടന്നുപോയത്. അവരുടെ വ്യഥ, അവരുടെ വിഷമം മുഴുവൻ നമ്മൾ ന്യൂസ് 18-ലൂടെ പുറത്തു കൊണ്ടുവരികയും ചെയ്തതാണ്. എന്തായാലും അധികാരികൾ കണ്ണു തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കാൻ. തീർച്ചയായും നമ്മൾ നടത്തിയ വാർത്താ ജാഗ്രത തന്നെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോകുന്നത്. നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ കേരളത്തിന്റെ അഭിമാനമാണ്. ആ ഒരു സുരക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ആശുപത്രികളിലേക്ക് പോകുന്നത്. അവിടെയുണ്ടാകുന്ന ആ ഒരു പിഴവ്, ഒരു സൂചി 7 വയസ്സുകാരൻ്റെ തുടയിൽ തുളച്ചു കയറുമ്പോൾ ആ കുഞ്ഞിന് HIV പോലെയുള്ള മാരകമായ രോഗം, ആ കുഞ്ഞിൻ്റെ ഭാവി പോലും ഇരുളടഞ്ഞതായി മാറുവാനുള്ള സാധ്യതയാണ് മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ വാർത്ത അതീവ ഗൗരവത്തോടെ നൽകിയത്. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിനനുസരിച്ചുള്ള നടപടിയാണ് ഉണ്ടാവുകയും ഇപ്പോൾ ചെയ്തിട്ടുള്ളത്.